ഹായ്, ഞാനിപ്പോൾ ഒരു വലിയ മലയുടെ ചെറിയൊരു പോർഷൻ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനും മോനുമായിട്ട് ഇവിടെ മേലാങ്കോട് തക്കലയ്ക്കടുത്ത് മേലാങ്കോട് ടെമ്പിളിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഞായറാഴ്ചകളിൽ വരും. അപ്പോൾ ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ മലയുടെ സൈഡിലായിട്ട് ഒരു മോസ്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. കാരണം കാടിനകത്ത് ഇങ്ങനെ ഒരു മോസ്ക് ദൂരെ നിന്ന് നമുക്ക് ചെറുതായിട്ട് കാണാം. അപ്പോൾ ഞാനങ്ങനെ മാപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ ആ ഒരു മോസ്കിൻ്റെ പേര് തന്നെ ഭയങ്കര രസമുള്ളതാണ്. കാട്ടുവാസി മോസ്ക് അങ്ങനെയാണ് മാപ്പിൽ ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഇല്ല, ഒരു വീഡിയോസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തിൽ വന്നിട്ട് ഇപ്പോൾ സമയം 12:15. കുറേ സമയമെടുത്ത് ആ വഴി കണ്ടുപിടിക്കാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ ഒടുവിൽ ഇപ്പോൾ ആ വഴിയിൽ കൂടെ നടക്കുന്നത്. സാധാ വഴിയൊന്നുമല്ല, ജീപ്പൊക്കെ വരുന്ന സ്ഥലമാണ്. കാരണം ജീപ്പ് ഓടിയിട്ട് ആ ടയറിൻ്റെ പാടൊക്കെ കാണാം. നല്ല വെയിലാണ്, നന്നായിട്ട് വേർക്കുന്നുണ്ട്. മോനങ്ങ് മുമ്പേ നടക്കുന്നു, മോനുമുണ്ട്, പിന്നെ എൻ്റെ അനിയനുമുണ്ട്. അവനെ ഞങ്ങളുടെ അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ എന്തായാലും ആ മോസ്ക് എന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം. നമ്മളീ പോകുന്ന വഴിയിൽ ഉള്ള കൃഷിത്തോട്ടത്തിൻ്റെ ഫെൻസാണ്. കണ്ട ഒരു കിളി ചത്തിരിക്കുന്നു, നന്നായിട്ട് കണ്ട. ചത്തത് കുറേ ദിവസമായെന്ന് തോന്നുന്നു. അതുപോലെ കിളി മാത്രമല്ല, ഇവിടെ ഒരു വണ്ട് ചത്തിരിപ്പുണ്ട്, ഉണ്ടോ? കുറേ ദൂരമുണ്ട് ഇങ്ങനെ. ഇതൊരു കൃഷിത്തോട്ടമാണ്. അപ്പോൾ അവരിങ്ങനെ എന്താ പറയുക, മൊത്തം ഇങ്ങനെ വല ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല വീതിയുള്ള ജീപ്പ് റോഡാണ്. ഇവിടുന്ന് കണ്ടോ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയാണ്, നല്ല ഉയരമുള്ള മലകളാണ്. കാണിച്ചു തരാം ഞാനത്. നല്ല ഉയരമുണ്ട് അങ്ങ് ടോപ്പ്. മൊത്തം ഇങ്ങനെ മരുതുകളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ നടന്നു വന്ന വഴിയാണ്. കണ്ടോ, ഈ സൈഡും നല്ല ഉയരമുള്ള മലകൾ തന്നെയാണ് അങ്ങ് ദൂരെ. ഇപ്പോൾ കയറ്റമല്ല, നല്ല നിരപ്പായ വഴിയാണ്. സൈഡിൽ നല്ല ഉയരമുള്ള മലകളൊക്കെ തന്നെയാണ്. നല്ല സൈലൻ്റാണ് ഈ സ്ഥലം. അപ്പോൾ ഈ സ്ഥലം ശരിക്കും തക്കലയ്ക്കടുത്താണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇതിനടുത്തുള്ള 2 സ്ഥലങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് വള്ളിച്ചുനയില വാട്ടർഫോൾസും, പിന്നെ ഒരെണ്ണം അതിൻ്റെ മുകളിലോട്ട് ഞാൻ വേളിമലയുടെ മുകളിലോട്ട് ട്രക്ക് നടത്തി. അപ്പോൾ അതിൻ്റെ വീഡിയോസ്. കുറച്ചു ദൂരം ഞങ്ങൾ മുകളിലെത്തി. എത്ര ദൂരം ആയിട്ടുണ്ടെന്നറിയില്ല, ഏകദേശം ഒരു 10-15 മിനിറ്റ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉദയഗിരി കോട്ട, അതേപോലെ മയ്യക്കോട്ട, മരുന്തുകോട്ട, ആ ചെറിയ ചെറിയ കുന്നുകളെല്ലാം ഓരോ കോട്ടയുടെ അകത്തിരിക്കുന്നതാണ്. പിന്നെ ദൂരെയായിട്ട് അങ്ങ് കാണുന്നില്ലേ, അത് നമ്മുടെ നാഗർകോവിൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. ആ മലകൾക്കിടയിലായിട്ടാണ് മാമ്പഴത്തുറയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കണ്ടു, ഇവിടെ ഒരു നെല്ലിമരം നിൽപ്പുണ്ട്, നമ്മുടെ സാധാ നെല്ലിയ. പിന്നെ ഒരു പ്രത്യേക പഴമുണ്ട് നമ്മൾ കഴിക്കുന്നത്, അതിവിടെ നിറച്ച് കാച്ചു വെപ്പുണ്ട്, വള്ളി. ഞാൻ അത് കാണിച്ചു തരാം. ഇതാ നിൽക്കുന്നുണ്ടോ, ഇത് പഴുത്ത് പാകമായി കഴിഞ്ഞാൽ നമുക്ക് അടത്തി കഴിക്കാൻ പറ്റും. പിന്നെ നെല്ലിമരത്തിൽ ഇപ്പോൾ കായൊന്നുമില്ല, പക്ഷെ നല്ല സൂപ്പറായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. അത് എത്തിയില്ല, ഇത് ഇനിയും മുന്നോട്ടിങ്ങനെ വഴി കിടപ്പുണ്ട്. എന്തായാലും കാട്ടുവാസി മോസ്ക് കണ്ടിട്ടേ ഉള്ളൂ. ഇന്നത്തെ വേറെ ബാക്കി എന്ത് ജോലി. ഇവിടെയും പക്ഷേ ജീപ്പൊക്കെ കയറി വന്നിട്ടുണ്ട്. ജീപ്പിൻ്റെ ആ ഒരു ടയറിൻ്റെ പാടുകൾ ഇവിടെ എല്ലായിടത്തും തെളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ ആ വേളിമല കയറിയപ്പോൾ കാണിച്ചില്ലേ കുറച്ച് പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലം, അതുപോലെ ഇവിടെയുണ്ട്. അപ്പോൾ അന്ന് ആ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞു തന്നു ഇത് ശരിക്കും പുൽത്തൈല ഉണ്ടാക്കുന്ന ആ പുല്ല് തന്നെ എന്ന്. അപ്പോൾ ഇവിടെ എല്ലാം അതുണ്ട്. അപ്പോൾ എന്തായാലും തിരികെ പോകുമ്പോൾ ഒരു തൈ എടുത്തിട്ട് പോകണം. എടുത്തിട്ട് പോയിട്ട് വീട്ടിൽ കൊണ്ട് നട്ടു നോക്കണം. മുളയ്ക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്, കണ്ടോ, വഴിയുടെ സൈഡിലും എല്ലാം. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരുന്നില്ലേ ജീപ്പ് റോഡ്, അതിൻ്റെ സൈഡിലോട്ടുള്ളൊരു വഴിയാണ്. പക്ഷേ കുറച്ച് മുന്നിലോട്ട് വഴി ഇങ്ങനെ ഉണ്ട്, അങ്ങ് അപ്പുറത്തെ മലയിലോട്ട്. കുറച്ച് ദൂരം കഴിയുമ്പോൾ അത് അടച്ചിട്ടുണ്ട്, കണ്ടോ, തടിയൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അങ്ങ് ദൂരെ ഉണ്ടോ നല്ല രസമുള്ള താഴ്വര, കണ്ടോ, വളരെ ഉയരമുള്ള മലകളും അതിൻ്റെ ആ താഴ്വരയും നല്ല രസമാണ് കാണാൻ. ഇവിടെ പിന്നെ കുറച്ച് കരിമ്പനകൾ നിൽപ്പുണ്ട്. എല്ലാത്തിലും ഇങ്ങനെ നൊങ്കൊക്കെ വന്ന് നിൽപ്പുണ്ട്. വലുതായിട്ടില്ല, നമുക്ക് എന്താ പറയുക, ഉപയോഗിക്കാനൊന്നും ആ പാകമായിട്ടില്ല. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ, നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ, ഇവിടുത്തെ മൊത്തം കാഴ്ചകൾ. വലിയൊരു പാറയുടെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ റോഡ്. അമ്പോ ഭയങ്കര വെയിലായി വീണ്ടും. എന്നാൽ ഞങ്ങളിപ്പോൾ ഉച്ച സമയത്താണ്, നട്ടുച്ചയാണ്. സത്യം പറഞ്ഞാൽ നമുക്കിവിടുന്ന് സൺറൈസ് ഇല്ല എന്തായാലും. കാരണം മലയുടെ പുറം സൈഡിൽ കൂടെ നമ്മൾ കയറുന്നത്, അത് പടിഞ്ഞാറ് സൈഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 4-5 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കണ്ടിട്ട് നമുക്ക് തിരികെ പോകാം. അതുപോലെ വെയിലില്ലാതെ കയറണമെങ്കിൽ രാവിലെ വരുന്നതാണ് നല്ലത്. കാരണം മലയുടെ നിഴൽ വീഴുന്ന പ്രദേശമാണ് ഈ സൈഡ്.
അത് കാരണം നല്ല തണലുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇത് കട്ട വെയിലാണ്. കണ്ടോ അവൻ മോൻ നടക്കുന്നുണ്ടോ, അവൻ തളർന്നിങ്ങനെ ആടിയാണ് നടക്കുന്നത്. എനിക്ക് നല്ല ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. സൂപ്പർ സ്ഥലം. ഞാൻ തളർന്നു പോയി. അച്ഛൻ്റെ അടുത്ത് മര്യാദയ്ക്ക് എക്സ്പൾസ് കൊണ്ടുവരാൻ പറഞ്ഞ് അച്ഛൻ കയറില്ലെന്ന്. അടുത്ത തവണ എന്തായാലും എക്സ്പൾസ് തന്നെ കൊണ്ടുവരും. എനിക്ക് സൈക്കിളുണ്ട്, അതിങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. മൗണ്ടൻ സൈക്കിൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. മൗണ്ടൻ സൈക്കിളല്ല, ഒരിക്കൽ അത് ചെയ്ത് ബ്രേക്ക് പൊട്ടിയതാ. സാധാ സൈക്കിൾ ഉണ്ടായിരുന്നെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല. വന്ന് വീഴുന്ന ഭയങ്കരമായിട്ട് പണി കിട്ടും. വേഗം വന്ന് ഇപ്പൊ തന്നെ എനർജി ഇല്ല. ഇനി സൈക്ലിംഗ് കൊണ്ടുവന്ന അതൊരിട്ട് കയറ്റം കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി അതും കൊണ്ടുവരില്ല. ബൈക്കാണെങ്കിൽ ആക്സിലേറ്റർ കൊടുത്താൽ പോകുമ്പോൾ ഇനി അത് തന്നെ കൊണ്ടുവരണം. എല്ലാ സ്ഥലങ്ങളും ബ്യൂട്ടിഫുൾ ആണ്, എല്ലാം നല്ല വ്യൂ പോയിന്റ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ്. ഒരു ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് താഴെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് വെള്ളം കെട്ടി കിടക്കുന്നത്. അതിൻ്റെ കരയിൽ കുറേ അനിമൽസ് നിൽപ്പുണ്ട്. നല്ല രസം അവിടെ നിന്ന് കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടൊരു മൺപാത പോകുന്നുണ്ട്. പിന്നെ അതേ അങ്ങ് കണ്ടോ കുറേ മലകൾ. പിന്നെ നമ്മുടെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അത് കാണാം, അവരുടെ കോളേജ്. ഭയങ്കര രസമാട്ടോ, ഭയങ്കര വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ വഴി തെറ്റി. ഞങ്ങൾ കാട്ടുവാസി മോസ്ക് കണ്ടുപിടിക്കാൻ വന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ മലയുടെ ഏറ്റവും ടോപ്പ് പോർഷൻ ഉണ്ട്, കയ്യാലക്കുഴി ഹിൽ ടോപ്പ് അങ്ങനെ അറിയപ്പെടുന്നത്, ഏറ്റവും മുകളിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മുകളിലെത്തിയപ്പോഴാണ് കുറച്ച് ദൂരെ താഴെയായിട്ട് ആ മോസ്ക് കാണാം. അപ്പോൾ നമ്മൾ എവിടെയോ ഒരു വഴി തെറ്റി. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് ഒരു ഡൗട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു വഴി അടച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, കമ്പൊക്കെ വെച്ച് ഒരു പനയൊക്കെ നിന്ന സ്ഥലം നിങ്ങൾ വീഡിയോയിൽ കണ്ടു, മോൻ അവിടെ നിൽക്കുന്ന ആ സ്ഥലം. എനിക്ക് തോന്നുന്നത് അതായിരിക്കണം ആ വഴി. ഞാൻ കുറച്ച് മുമ്പ് വേറൊരു ഇത് കാണിച്ചു തന്നില്ലേ, താഴെ വെള്ളം കെട്ടി കിടക്കുന്നതും അതിൻ്റെ കരയിൽ കുറച്ച് അനിമൽസൊക്കെ നിൽക്കുന്നതെന്ന്. ശരിക്കും അതിൻ്റെ സൈഡിലായിട്ടാണ് ഇപ്പോൾ മോസ്കിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ മുകളിലെത്താറായി, കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കാരണം നമ്മൾ ഈ മലയ്ക്കിന് കുറച്ച് കാണാൻ പറ്റുമോ സൈഡിൽ നിന്ന്. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ മുകളിൽ, അതായത് കയ്യാലക്കുഴി ടോപ്പിൽ പോകുന്നു. പിന്നെ നല്ല രീതിയിൽ തളർന്നു, നല്ല വിശപ്പുണ്ട്. എന്തായാലും വഴിയിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല, വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. നോക്കട്ടെ. എന്തായാലും ടോപ്പ് വരെ പോകുന്നുണ്ട്. മാക്സിമം ഞങ്ങളിന്ന് ഈ കാട്ടുവാസി മോസ്കിൽ പോകാൻ നോക്കും, തിരികെ ഇറങ്ങുന്ന വഴിക്ക്. പറ്റിയില്ല എങ്കിൽ പിന്നെ ഒരു അവസരത്തിൽ എന്തായാലും മാക്സിമം ശ്രമിക്കുന്നത് ഇവിടെ കയ്യാലക്കുഴി ടോപ്പിൽ പോയിട്ട് തിരികെ മോസ്കിലും കൂടെ പോകാമെന്നാണ്. നല്ല ഹെവിയാണ് കേട്ടോ, നടന്നിട്ടും തീരുന്നില്ല. വഴി ഇങ്ങനെ കിടപ്പുണ്ട്. ഞാനിങ്ങ് എത്തിയെന്ന് വിചാരിച്ചതാണ് ടോപ്പ്, പക്ഷേ ഇല്ല, വഴി ഇങ്ങനെ കിടപ്പുണ്ട്. ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മൊത്തം ഇങ്ങനെ ഇളകിയ കല്ലും മണ്ണ് ഇളകി ചെതറി കിടപ്പുണ്ട്. നല്ല രസമാണ്, കാരണം നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്, കണ്ടോ പറക്കുന്നുണ്ടോ, ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് നിറയെ. പിന്നെ അതുമാത്രമല്ല ബേഡ്സിൻ്റെ ഒക്കെ ശബ്ദം എല്ലാം സൂപ്പറാണ്. കുറച്ച് മുമ്പ് നല്ല വെയിലായിരുന്നെങ്കിലും ഇപ്പോൾ വെയിലൊക്കെ മാറി. എന്നാലും കയറ്റമാണ് ഇപ്പോൾ, നല്ല കയറ്റം. അത് കാരണം നല്ല ക്ഷീണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ അതിരാവില്ല അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഇത്രയും കയറി വന്നപ്പോൾ ഉള്ള വ്യൂ കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമാണ്. മെഡോസ് ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ കാണുന്നതെന്നറിയില്ല, പക്ഷെ നല്ല രസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെയും ഉയരമുള്ള മലയാണ്. ഇവിടെ കണ്ടോ പാറയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരുന്നുണ്ട്. അത്ര വലിയ ശക്തമായിട്ടുള്ള ഒഴുക്കൊന്നുമല്ല, ചെറിയ രീതിയിൽ. വലിയൊരു പാറയാണ്. നന്നായി തളർന്ന് സൈഡ് എത്തിയിരിക്കുന്നത്, ഭയങ്കരമായിട്ട് തളർന്നു. അത് അവിടെ നിന്ന് കയറി ഒന്ന് കുത്തിനെ കയറ്റം, അല്ലെങ്കിൽ ഒരു കുഞ്ഞായിട്ട് കയറ്റമൊന്നുമല്ല. ചിലടത്ത് മാത്രം ഇങ്ങനെ നിരപ്പായിട്ട് വന്ന് പോവും. കുത്തനായിട്ട് അവൻ കാല് മുട്ടിങ്ങനെ എന്താ പറയാ, രണ്ടും കൂടെ ഇങ്ങനെ ഭയങ്കര വേദനയാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ.
നിങ്ങൾക്ക് ഒച്ചയാക്കാമോ വെള്ളം ഒഴുകുന്നത്? അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം അരിച്ചൊഴുകുന്നുണ്ട്. ഒഴുകി ഉണ്ട് മുകളിൽ ഇങ്ങനെ പാറക്കൂട്ടങ്ങളാണ്. അവിടെ നിന്ന് ഒഴുകി വന്നിട്ട് ഉണ്ട് ഈ ഫാൻസ് നിറയെ നിൽപ്പുണ്ട്. നല്ല ഈർപ്പമുള്ളതുണ്ട് അതെല്ലാം. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ നിന്നൊരു കുഞ്ഞ് ചാലായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് താഴോട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ടോപ്പിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? സൂപ്പറാണ്. മൊത്തം ഇങ്ങനെ താഴ്വര ഒരു സൈഡ്, പിന്നെ അങ്ങ് ദൂരെ വീടുകളെല്ലാം കാണാം. പിന്നെ ഉണ്ടോ അതൊരു എന്താ പറയുക മെഡോസ് പോലെ കിടക്കുന്നത്. പക്ഷേ അത് ശരിക്കും നേരത്തെ നമ്മൾ കണ്ട ആ പുല്ല മൊത്തം ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. നല്ല കാറ്റുണ്ട്. പിന്നെ കണ്ടോ, നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. ഒരുപാട് ബേഡ്സ് ഉണ്ട്, എല്ലാം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ വരുന്നെങ്കിൽ അതിരാവിലെ തന്നെ വരണം കേട്ടോ. ഇപ്പോൾ നല്ല വെയിലാണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇങ്ങനെ എൻ്റെ ദേഹത്തോട്ട് വെയിൽ ഇങ്ങനെ അടിച്ച് എല്ലോടും ഇങ്ങനെ പൊള്ളി നിൽക്കുക. നമ്മൾ ഈ മോർണിംഗ് വൈബ് എന്നൊക്കെ പറയില്ലേ, അത് ഫീൽ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് രാവിലെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. മൊത്തം ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു താഴ്വര കാണാൻ പറ്റും. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നമ്മളവിടെ മേലാങ്കോട് അമ്പലത്തിൽ വന്നപ്പോൾ കാട്ടുവാസി മോസ്ക്, അതായത് കാട്ടിനകത്തുള്ള ആ മോസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ വഴിതെറ്റി നമ്മൾ ഈ മലയുടെ മുകളിൽ കയ്യാലക്കുഴി ടോപ്പിലെത്തി. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ സൂപ്പറാണ്. നല്ല രീതിയിൽ ടയർഡാണ്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം നടക്കണ്ട. കാട്ടുവാസി മോസ്ക് നമുക്ക് എളുപ്പത്തിലെത്താമായിരുന്നു, പക്ഷേ ഞാൻ മാപ്പ് നോക്കിയില്ല, അത് കാരണം പറ്റിയതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനോ നടക്കാനോ ഒന്നിനും വയ്യ. നല്ല ടയർഡാണ്, വണ്ടി ഓടിക്കാനോ ഒന്നും വയ്യ, നല്ല ചൂട്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത്, അതായത് ഞാനും മോനും ഇപ്പോൾ വിചാരിക്കുന്നത് ഇനി തിരിച്ചു പോയിട്ട് പിന്നൊരു ദിവസം, അതായത് അതിരാവിലെ വരാം. വന്നിട്ട് ഇതുപോലെ ടെമ്പിളിൽ പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അതായത് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, കാടിനകത്താണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് വരണം വഴിയൊക്കെ. അപ്പോൾ ഇപ്പം നിലവിൽ ഞങ്ങൾ ലോക്കൽസിനോട്, അതായത് ഇവിടുത്തെ ആൾക്കാരോടൊന്നും ചോദിച്ചില്ല. ജസ്റ്റ് ഒരു സ്വന്തം നമുക്കൊരിതുണ്ടല്ലോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ എത്തും, അങ്ങനെയൊക്കെ വിചാരിച്ച് കയറി വന്നതാണ്. പക്ഷേ മൊത്തം എല്ലാം പാളി. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ കുറച്ച് ദൂരം സഞ്ചരിക്കാൻ വന്നിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് മലയുടെ മുകളിൽ പോയി ഓഫ് റോഡ് പോകാൻ പറ്റി. അങ്ങനെ നല്ല സന്തോഷം. അപ്പോൾ ഞങ്ങളിനി തിരികെ പോകുന്നു. എന്തായാലും കാട്ടുവാസി മോസ്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും. ഇപ്പോഴല്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ചെയ്യാം. തൽക്കാലം ഇനി ഇങ്ങോട്ടില്ല, വേറെ ഏതെങ്കിലും സ്ഥലമൊക്കെ ചെയ്യും. അപ്പോൾ പുതിയൊരു ട്രാവൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.